കേരളത്തിൻ്റെ വൈജ്ഞാനിക ലോകത്തിലെ സമുന്നത സാന്നിധ്യമായിരുന്ന ഡോക്ടർ എം.എസ്. വല്യത്താൻ ഓർമ്മയായി. കേരളത്തിൻ്റെ സാമൂഹിക ഭൂപടത്തിൽ ഓർമ്മയുടെ അനശ്വര ലിപികളാൽ രേഖപ്പെടുത്തേണ്ടുന്ന പേരാണ് അദ്ദേഹത്തിൻ്റേത്. ഇക്കഴിഞ്ഞ ബുധനാഴ്ച രാത്രിയാണ് അദ്ദേഹം നിര്യാതനായത്. തിരുവനന്തപുരം ശ്രീ ചിത്തിര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൻ്റെ സ്ഥാപക ഡയറക്ടറായിരുന്നു അദ്ദേഹം. മണിപ്പാൽ യൂണിവേഴ്സിറ്റിയുടെ ആദ്യത്തെ വൈസ് ചാൻസലറും അദ്ദേഹമായിരുന്നു. ഡോക്ടർ എം.എസ്. വല്യത്താൻ ലോകത്തെ അറിയപ്പെടുന്ന ഹൃദയ ശസ്ത്രക്രിയാ വിദഗ്ധനാണ്. അദ്ദേഹം ഒരു നല്ല മനുഷ്യസ്നേഹിയായിരുന്നു. കേരള നിയമസഭ ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റയം ഗോപകുമാർ. കേരളത്തിൽ അദ്ദേഹത്തെ അറിയപ്പെടുന്നത് കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിരുന്ന ശ്രീ സി അച്യുതമേനോൻ അദ്ദേഹത്തെ തിരുവനന്തപുരത്തേക്ക് വിളിച്ച് ശ്രീ ചിത്ര തിരുനാൾ നാമധേയത്തിൽ ഒരു മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻ സ്ഥാപിക്കണമെന്ന് നിർദ്ദേശിച്ചിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ ചിത്ര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിന്റെ ആദ്യ ഡയറക്ടറായി അദ്ദേഹം മാറി. അങ്ങനെ ഒരുപക്ഷെ ഇന്നേറെ ശ്രദ്ധിക്കപ്പെടുന്ന നിലയിൽ ആ ഹോസ്പിറ്റലിനെ മാറ്റിയെടുക്കുന്നതിൽ നേതൃത്വം കൊടുത്ത വ്യക്തിയാണ് ബഹുമാനായ ഡോക്ടർ എം.എസ്. വല്യത്താൻ. അദ്ദേഹം നിരവധി സംഭാവനകളാണ് നമുക്ക് നൽകിയിട്ടുള്ളത്. ഇന്ന് നമുക്കറിയാം, ഹൃദയ ശസ്ത്രക്രിയ നടത്തുന്നവർക്ക് വാൽവ് മാറ്റിവെക്കുന്നതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഒക്കെ ഉണ്ടാകാറുണ്ട്. അന്ന് നമ്മുടെ രാജ്യത്ത് കിട്ടാൻ പ്രയാസമായിരുന്നു, ഒരുപാട് പണം നൽകേണ്ടുന്ന അവസ്ഥ ഉണ്ടായിരുന്നു. ആ സാഹചര്യത്തെ മാറ്റിയെടുത്തത് ഡോക്ടർ എം.എസ്. വല്യത്താന്റെ മുൻകൈയിലാണ്. ശ്രീത്ര ഹോസ്പിറ്റലില് ഹൃദയ വാൽവ് അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ നിർമ്മിക്കുകയും അത് എല്ലാം ഉറച്ച് നിർമ്മിച്ചു നൽകുന്നതിന് മുൻകൈ എടുത്തു എന്നുള്ളത് ഏറെ ശ്രദ്ധിക്കപ്പെട്ട ഒരു കാര്യമാണ്. അതോടൊപ്പം തന്നെ ശാസ്ത്ര സാങ്കേതിക കൗൺസിൽ ഇന്ത്യൻ രൂപീകരിച്ചുകൊണ്ട് ശാസ്ത്ര സാങ്കേതിക രംഗത്തെ സ്ഥാപനങ്ങളെല്ലാം ഏകോപിപ്പിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നു. അങ്ങനെ ശാസ്ത്രമേഖലയ്ക്ക് ഒരുപാട് സംഭാവന നൽകിയാണ് അദ്ദേഹം മുന്നോട്ട് പോയത്. നമ്മുടെ രാജ്യം അദ്ദേഹത്തിന് പത്മശ്രീയും പത്മവിഭൂഷണും നൽകി ആദരിക്കുകയുണ്ടായി. അദ്ദേഹം അലോപ്പതി രംഗത്ത് മാത്രമായിരുന്നില്ല. നമുക്കറിയാം, ആയുർവേദം പലപ്പോഴും അലോപ്പതി രംഗത്തുള്ളവരും ആയുർവേദ രംഗത്തുള്ളവരും മത്സരമാണ്. ഏതാണ് ശരി എന്നുള്ളതിനെ സംബന്ധിച്ച് പരസ്പരം അവർ മത്സരിക്കുമായിരുന്നു. പക്ഷേ ഡോക്ടർ എം.എസ്. വല്യത്താൻ ആയുർവേദത്തെയും അലോപ്പതിയെയും സംബന്ധിച്ചും ഇവ രണ്ടും സമന്വയിപ്പിച്ച് ചികിത്സാ സമ്പ്രദായം നടപ്പാക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നു. ആയുർവേദത്തെ സംബന്ധിച്ച് ഒരുപാട് ഗവേഷണം അദ്ദേഹം നടത്തിയിരുന്നു. അപ്പൊ അങ്ങനെ ഏതുകൊണ്ടും എന്തുകൊണ്ടും രണ്ടു മേഖലയുമായി ബന്ധപ്പെടുത്തി പരിശോധിക്കുമ്പോൾ ഡോക്ടർ എം.എസ്. വല്യത്താന്റെ സംഭാവനകൾ ഒരിക്കലും നമുക്ക് മറക്കാൻ കഴിയുന്നതല്ല. തീർച്ചയായും അദ്ദേഹത്തിന്റെ ദേഹവിയോഗം നമുക്ക് വലിയ ദുഃഖമാണ് വരുത്തിയിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ സംഭാവനകൾ എക്കാലവും മനുഷ്യന്റെ ഹൃദയത്തിൽ നിറഞ്ഞു നിൽക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും എനിക്കില്ല. സി അച്യുതമേനോനെ പോലെ പ്രഗത്ഭനായിട്ടുള്ള ഒരു മുഖ്യമന്ത്രി ഡോക്ടർ എം.എസ്. വല്യത്താന്റെ കഴിവുകൾ മനസ്സിലാക്കിയാണ് അദ്ദേഹത്തെ കേരളത്തിലേക്ക് ക്ഷണിച്ചത്. മാത്രവുമല്ല, അദ്ദേഹത്തിന് പൂർണ്ണ സ്വാതന്ത്ര്യം കൊടുത്തിരുന്നു. യാതൊരുവിധ മറ്റ് വിലക്കുകളോ അല്ലെങ്കിൽ നിയന്ത്രണങ്ങളോ കൊണ്ടുവരാതെ തന്റേതായ നിലയിൽ ശ്രീത്ര ഹോസ്പിറ്റലിനെ ലോക പ്രശസ്തമായിട്ടുള്ള ഹോസ്പിറ്റലാക്കി മാറ്റി ഉയർത്തിക്കൊണ്ടുവരുന്നതിന് എന്തെല്ലാം ചെയ്യാൻ കഴിയുമോ അതൊക്കെ ചെയ്യുന്നതിന് വേണ്ടത്ര സ്വാതന്ത്ര്യവും നൽകിയിരുന്നു. അത് പൂർണ്ണ അർത്ഥത്തിൽ വിജയിപ്പിച്ചെടുക്കാൻ ഡോക്ടർ എം.എസ്. വല്യത്താന് കഴിഞ്ഞു. തീർച്ചയായും അദ്ദേഹം ഇന്ന് ലോകം അറിയപ്പെടുന്ന ഏറ്റവും വലിയ വിദഗ്ധനാണ് ഹൃദയ ശസ്ത്രക്രിയാ രംഗത്ത്. അദ്ദേഹത്തിന്റെ സംഭാവനകൾ തീർച്ചയായും നമുക്ക് എന്നും മറക്കാൻ കഴിയാത്ത ആവേശം നൽകുന്ന ഒന്നാണ്. അദ്ദേഹത്തിന്റെ ഓർമ്മകൾ എന്നും നിറഞ്ഞു നിൽക്കും. വിദേശത്തു നിന്ന് വില കൂടിയ വാൽവുകൾ വാങ്ങി ഹൃദയ ശസ്ത്രക്രിയയിൽ ഉപയോഗിച്ചിരുന്നിടത്ത് ശ്രീ ചിത്രയിൽ തന്നെ ചുരുങ്ങിയ വിലയിൽ വാൽവുകൾ നിർമ്മിക്കാൻ അദ്ദേഹം നേതൃത്വം നൽകി. അതിൽ അദ്ദേഹം വിജയിക്കുകയും ചെയ്തു. ഡോക്ടർ എം.എസ്. വല്യത്താൻ എന്നെ ശ്രീ ചിത്ര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ BM ന്യൂറോളജി ട്രെയിനിങ്ങിനായി സെലക്ട് ചെയ്തു. 3 വർഷത്തിന് ശേഷം അവിടെ അസിസ്റ്റന്റ് പ്രൊഫസർ ന്യൂറോളജിയായി സെലക്ട് ചെയ്തു. പിന്നീട് 2 വർഷത്തിന് ശേഷം ഹയർ സ്റ്റഡീസിന് കാനഡയിൽ പോകാനുള്ള എല്ലാ സൗകര്യങ്ങളും ചെയ്തു തന്നു.
2 വർഷത്തിന് ശേഷം അവിടുന്ന് സാറ് വിരമിക്കുകയും ചെയ്തു. ആ കാലഘട്ടങ്ങളിലൊന്നും എനിക്ക് സാറിനെ വളരെ അടുത്തറിയില്ലായിരുന്നു. ശ്രീ ചിത്ര ഇൻസ്റ്റിറ്റ്യൂട്ടിലെ മുൻ ഡയറക്ടർ ഡോക്ടർ ആശ കിഷോർ. സാറുമായിട്ടുള്ള ഒരു ആത്മബന്ധം അല്ലെങ്കിൽ കൂടുതൽ അടുത്ത് പെരുമാറാൻ അവസരം കിട്ടിയത് ഞാൻ ഡയറക്ടറായി 2015 മുതൽ 2020 വരെ ശ്രീചിത്രയിൽ പ്രവർത്തിച്ചിരുന്ന കാലഘട്ടത്തിലാണ്. അന്ന് അദ്ദേഹം ശ്രീചിത്രയിൽ നിന്ന് വിരമിച്ചിട്ട് ഏകദേശം 20 വർഷമായിരുന്നു. എന്നിരുന്നാലും ശ്രീചിത്രയുടെ വളർച്ചയിലും ശ്രീചിത്രയുടെ പ്രധാന ദൗത്യമായ മെഡിക്കൽ ശാസ്ത്ര സാങ്കേതിക വിദ്യ ഡെവലപ്പ് ചെയ്യുക, മെഡിക്കൽ ടെക്നോളജീസിൽ നിന്നും മെഡിക്കൽ ഉപകരണങ്ങൾ, വളരെ വിലയേറിയ ഉപകരണങ്ങൾ നമ്മൾ വിദേശ രാജ്യങ്ങളിൽ നിന്ന് മെഡിക്കൽ ചികിത്സയ്ക്കായി ഉപയോഗിക്കുന്നു, അത് തദ്ദേശീയമായി ഭാരതത്തിൽ നിർമ്മിക്കണം. അതിനുള്ള എല്ലാ സൗകര്യങ്ങളുമുള്ള ശ്രീചിത്ര അതിന് മുൻകൈ എടുത്ത് പൂർവ്വകാല പ്രഭാവത്തോടുകൂടി കൂടുതൽ ടെക്നോളജി ഡെവലപ്പ് ചെയ്യണം എന്നുള്ള ആശയം എന്നും സാറിന്റെ മനസ്സിലുണ്ട്. 5 മിനിറ്റ് സംസാരിച്ചാൽ ഒന്നുകിൽ മെഡിക്കൽ വിദ്യാഭ്യാസ രംഗം എങ്ങനെ ഉയർത്തണം, അല്ലെങ്കിൽ മെഡിക്കൽ സാങ്കേതിക വിദ്യകൾ എങ്ങനെ നമ്മുടെ നാട്ടിൽ ഡെവലപ്പ് ചെയ്യണം, നമ്മുടെ ശാസ്ത്രജ്ഞരും നമ്മുടെ ഡോക്ടേഴ്സും എഞ്ചിനീയേഴ്സും ഒരുമിച്ച് എങ്ങനെയാണ് ഈ വലിയ ഒരു ആവശ്യം നമ്മുടെ രാജ്യത്തിന് വേണ്ടി സാധാരണക്കാർക്ക് വേണ്ടി ചെയ്തു കൊടുക്കേണ്ടത് എന്നുള്ള ചിന്തയാണ് അദ്ദേഹവുമായി എപ്പം സംസാരിച്ചാലും പങ്കുവെക്കാറുള്ളത്. ഇപ്പൊ ശ്രീചിത്ര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ 20 വർഷം കഴിഞ്ഞ് തിരിച്ചെത്തിയ അദ്ദേഹം വളരെ ഉത്സാഹത്തോടു കൂടിയാണ് നമ്മുടെ ബയോമെഡിക്കൽ ടെക്നോളജി വിങ്ങിലെ ടെക്നോളജീസ് ഡെവലപ്പ് ചെയ്യുന്ന വലിയ റിസർച്ച് കൗൺസിലിന്റെ ചെയർമാനായി തിരിച്ചു വരികയും, ആ സമയത്ത് ഞാൻ ഡയറക്ടറായിരുന്നു. KM ചന്ദ്രശേഖർ സാർ അന്നത്തെ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ പ്രസിഡന്റ് ആയിരുന്നു. അദ്ദേഹമാണ് വല്യത്താൻ സാറിനെ തിരിച്ച് ക്ഷണിച്ച് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ കൊണ്ടുവരികയും റിസർച്ച് കൗൺസിലിന്റെ ചെയർമാൻ ആക്കുകയും ചെയ്തത്. അപ്പൊ സാറിന്റെ മേൽനോട്ടത്തിൽ അന്ന് നമ്മൾ ഏകദേശം 75 പുതിയ സാങ്കേതിക വിദ്യകൾ ഡെവലപ്പ് ചെയ്യാനുള്ള വലിയ ബൃഹത്തായ പ്രോജക്റ്റുകൾ എഴുതുകയും അതിന് ഏകദേശം 100 കോടി DSTയിൽ നിന്ന് ലഭിക്കുകയും ചെയ്തു. അങ്ങനെ ഏകദേശം 75 ടെക്നോളജീസിന്റെ ഈ പ്രോജക്ട്സിന്റെ പഠനങ്ങളും അതിന്റെ റിവ്യൂകളും അതിനുവേണ്ടി ഇന്ത്യയിലുള്ള ഏറ്റവും വലിയ സാങ്കേതിക ശാസ്ത്ര സ്ഥാപനങ്ങളിലെ ശാസ്ത്രജ്ഞരുമായിട്ട് കൊളാബറേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ ഇനീഷ്യേറ്റീവ് എടുത്തത് സാറാണ്. അവിടുത്തെ ഏറ്റവും മികച്ച ശാസ്ത്രജ്ഞരെ SCTയുടെ റിസർച്ച് കൗൺസിൽ കൊണ്ടുവരികയും നമ്മുടെ സയന്റിസ്റ്റിനും എഞ്ചിനീയേഴ്സിനും വേണ്ട മാർഗനിർദ്ദേശങ്ങൾ നൽകുന്നതിനും അദ്ദേഹം മുൻകൈ എടുത്തിരുന്നു. അദ്ദേഹത്തിൻ്റെതായ തന്നെ പുതിയ ആശയങ്ങൾ 3D ബയോ പ്രിന്റിംഗ് വഴി ഓർഗൻസ് പ്രിന്റ് ചെയ്തെടുക്കുക, കരള്, തൊലി തുടങ്ങിയ അവയവങ്ങൾ ആർട്ടിഫിഷ്യലായി ലാബിൽ ഉണ്ടാക്കുക, അവയിൽ മരുന്ന് പരീക്ഷണങ്ങൾ നടത്തുക, അങ്ങനെ മൃഗങ്ങളിലുള്ള പരീക്ഷണങ്ങൾ ഒഴിവാക്കുക, പിന്നെ ഭാവിയിൽ ഓർഗൻസ് ഡെവലപ്പ് ചെയ്ത് ട്രാൻസ്പ്ലാന്റിന് വേണ്ടി ഒരാൾ മരിക്കുന്നത് വരെ കാത്തിരിക്കാതെ ലാബിൽ തന്നെ ഓർഗൻസ് നിർമ്മിക്കുക, ഇങ്ങനെയുള്ള വലിയ ആശയങ്ങളൊക്കെ അദ്ദേഹം അന്ന് നമ്മുടെ മുൻപിൽ വെച്ചിരുന്നു. അതിനുള്ള പ്രവർത്തനങ്ങൾ തുടങ്ങി. ലാബ് ലെവലിൽ ടിഷ്യൂസ് ഡെവലപ്പ് ചെയ്യുകയും ചെയ്തു SCTയിൽ. ഞാനുള്ള സമയത്ത് തന്നെ ഏകദേശം 10-15 ചെറിയ ഷോർട്ട് ടേം പ്രോജക്ട്സ് നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് ടെക്നോളജി ട്രാൻസ്ഫർ ചെയ്തിരുന്നു. വളരെ ബൃഹത്തായിട്ടുള്ള മറ്റനവധി പ്രോജക്ട്സുകൾ അവിടെ ആ സമയത്ത് നമ്മൾ തുടങ്ങി. കംപ്ലീറ്റ് ചെയ്യുന്നവരെ ഞാൻ ഉണ്ടായിരുന്നില്ലെങ്കിൽ പോലും ആ ടെക്നോളജീസ് ഒക്കെ സാറിന്റെ സ്വപ്നങ്ങളായിരുന്നു. അവയൊക്കെ നമ്മൾ പല പല ഘട്ടങ്ങളിലായിട്ട് നിൽക്കുകയാണ്. ഇനി SCTയിലുള്ള ഓരോ ശാസ്ത്രജ്ഞനും ഡോക്ടർക്കും എഞ്ചിനീയറിനും അദ്ദേഹത്തിന്റെ ഓർമ്മയ്ക്കായി ചെയ്യാവുന്ന ഏറ്റവും വലിയ സംഭാവന ആ ടെക്നോളജീസ് ഒക്കെ വിപണിയിൽ എത്തിക്കുന്നത് വരെയുള്ള പരിശ്രമങ്ങൾ തുടരുകയെന്നാണ്. SCTയിലെ ഓരോ ജീവനക്കാരനും സാർ എന്നും ഒരു ഉത്തേജനമായിരുന്നു, അവരുടെ അഭിമാനമായിരുന്നു. അങ്ങേയറ്റം ആദരവോടുകൂടി മാത്രമേ അദ്ദേഹത്തെ പറ്റി ചിന്തിക്കാനൊക്കെ ഉള്ളൂ. നമ്മളുടെ ഓരോരുത്തരുടെയും സ്വകാര്യ അഹങ്കാരമായിരുന്നു അദ്ദേഹം. ശ്രീചിത്രയുടെ മാത്രം സ്വത്തായി കരുതണമെന്നാണ് നമ്മൾ ഓരോരുത്തരും ആഗ്രഹിച്ചിട്ടുള്ളതെങ്കിലും അദ്ദേഹം ഒരു ലോക പൗരനായിരുന്നു, ഒരു ലോക ശാസ്ത്രജ്ഞനായിരുന്നു. ലോകത്തിന് മുഴുവനും വേണ്ടിയും ഇന്ത്യയിലെ സാധാരണക്കാർക്ക് വേണ്ടിയും തന്റെ ജീവിതം ഒഴിഞ്ഞുവെച്ച, വളരെ ലളിതമായ രീതിയിൽ ജീവിച്ച, വളരെ ഔന്നത്യങ്ങൾ കീഴടക്കിയെങ്കിലും അങ്ങേയറ്റം സിമ്പിൾ ആയിട്ടുള്ള ലൈഫ് ലീഡ് ചെയ്ത് നമുക്കാർക്കും ഒരിക്കലും മറക്കാനൊക്കാത്ത ഒരു വ്യക്തി പ്രഭാവത്തിന്റെ ഉടമയായിരുന്നു സാറ്. സാറിനെ പറ്റി ഇപ്പോൾ ആലോചിക്കുമ്പോൾ ഒരു വിങ്ങലോടുകൂടി മാത്രമേ നമുക്ക് ചിന്തിക്കാനൊക്കെയുള്ളൂ. അതൊരിക്കലും നമ്മുടെ ആരുടെയും മനസ്സിൽ നിന്ന് മായാത്ത ഒരു ചിത്രമായിരിക്കും വല്യത്താൻ സാർ. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിന്നാണ് ഡോക്ടർ MS വല്യത്താൻ വൈദ്യശാസ്ത്ര ബിരുദം നേടിയത്. വിദേശ സർവകലാശാലകളിൽ ഉപരിപഠനവും വിദഗ്ധ പരിശീലനവും നടത്തി അദ്ദേഹം 1972 കേരളത്തിൽ തിരിച്ചെത്തി. വല്യത്താൻ സാറിനെ എനിക്ക് ഞാൻ ചിത്രയിൽ ചേർന്ന സമയം തൊട്ട് അറിയാം. 1980s തൊട്ട്. എൻ്റെ അച്ഛൻ യൂണിവേഴ്സിറ്റി കോളേജിലെ മലയാളം പ്രൊഫസറായിരുന്നു. എൻ്റെ അച്ഛൻ്റെ ശിഷ്യനാണ് വല്യത്താൻ സാറ്. കൊച്ചി അമൃത ആശുപത്രിയിലെ ന്യൂറോളജി വിഭാഗം മേധാവി ഡോക്ടർ ആനന്ദ് കുമാർ.
ഞാൻ വല്യച്ഛൻ സാറിൻ്റെ വിഷയമല്ല പഠിച്ചിരുന്ന, എന്നാലും എല്ലാ അർത്ഥത്തിലും എനിക്ക് വല്യച്ഛൻ സാർ ഒരു ഗുരുനാഥൻ തന്നെയായിരുന്നു. സാറുമായിട്ട് എനിക്ക് തോന്നുന്നു മാസത്തിൽ 1-2 പ്രാവശ്യമെങ്കിലും ഞങ്ങൾ തമ്മിൽ സംസാരിക്കുകയോ അല്ലെന്നുണ്ടെങ്കിൽ ഇമെയിൽ വഴി ബന്ധപ്പെടുകയോ ചെയ്യുമായിരുന്നു. അനുകരണീയനായ ഒരു വ്യക്തി എന്ന നിലയിൽ നമ്മൾ സാറിനെ നോക്കിക്കാണുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ സാറിൻ്റെ കുട്ടിക്കാലത്തേക്ക് പോകേണ്ടി വരും. മാവേലിക്കര ധർമ്മരാജ കാവൽ കൊട്ടാരത്തിലാണ് ജനനം. അച്ഛൻ മാർത്താണ്ഡവർമ്മ, അമ്മ ജാനകി വർമ്മ. അച്ഛൻ ഒരു തവണ കുട്ടിയായ വല്യച്ഛൻ സാറ് എന്തോ തെറ്റ് ചെയ്തപ്പോഴത്തേക്കും അദ്ദേഹത്തിന് ഒരു ശ്ലോകം പറഞ്ഞാണ് അതിൽ നിന്ന് മാറ്റിയെടുത്തത്. അതുപോലെ അമ്മയ്ക്കാണെങ്കിൽ മഹാഭാരതം മുഴുവൻ കാണാപ്പാടമായിരുന്നു. സാംസ്കാരികമായി വളരെ ഔന്നത്യത്തിൽ നിൽക്കുന്ന ഒരു കുടുംബത്തിലാണ് ജനനം. ഞാൻ സാറുമായിട്ട് ഇങ്ങനെ ഒരു തവണ അമൃതയിലൊരു ചടങ്ങിന് വന്ന സമയത്ത് ഞാൻ സാറിൻ്റെ അടുത്ത് ചോദിച്ചു, സാർ എങ്ങനെയാണ് ഇത്ര നന്നായിട്ട് പ്രസംഗിക്കാൻ കഴിയുന്നത്? നേരത്തെ എന്തെങ്കിലും തയ്യാറെടുപ്പുകൾ ചെയ്യാറുണ്ടോ എന്ന് ഞാൻ സാറിൻ്റെ അടുത്ത് ചോദിച്ചു. അപ്പോൾ പൊതുവെ അന്തർമുഖനായിട്ടുള്ള ഞാൻ എങ്ങനെയാണ് ഇങ്ങനത്തെ ഒരു ചോദ്യം ചോദിക്കുന്നതെന്ന് സാറിന് അതിശയം തോന്നിക്കാണും. സാറ് ഒരു ചെറു പുഞ്ചിരിയോട് പറഞ്ഞു, അതായത് പ്രത്യേകിച്ച് അങ്ങനെ തയ്യാറെടുപ്പുകളൊന്നും എടുക്കാറില്ല, പക്ഷേ പറയേണ്ട വിഷയത്തെക്കുറിച്ച് ഒന്ന് ചിന്തിക്കും, അതിലെ പ്രധാന കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിൽ കുറിച്ചിടുന്നു. അതിനുശേഷം സാറ് പിന്നെ സംസാരിച്ചത് ഭഗവത്ഗീതയെക്കുറിച്ചായിരുന്നു. അപ്പം എനിക്ക് ഭഗവത്ഗീതയെക്കുറിച്ചും അതിൻ്റെ അകത്തെ സംഭവങ്ങളെക്കുറിച്ചുള്ള ഒരു വളരെ അടിസ്ഥാനപരമായിട്ടുള്ള ഒരു സംശയം ഉണർത്തിച്ചു. സാർ ഈ ധർമ്മം എന്ന് പറയുന്നതിന് എന്തെങ്കിലും ഒരു നിർവചനം തരാമോ എന്ന് ചോദിച്ചപ്പോൾ സാറിൻ്റെ മറുപടി ഇപ്പോഴും എൻ്റെ കാതിൽ മുഴങ്ങുകയാണ്. അതായത് സാറ് പറഞ്ഞത് ധർമ്മം എന്ന് പറയുന്നത് സാന്ദർഭികമാണ്, കാലികമാണ്. ഇന്നത്തെ ധർമ്മം ആയിരിക്കണം എന്നില്ല നാളത്തെ ധർമ്മം, അത് ചിലപ്പോൾ അധർമ്മമായിട്ട് വ്യാഖ്യാനിക്കപ്പെട്ടേക്കാം. സാറിൻ്റെ പ്രസംഗങ്ങൾ എന്ന് പറയുന്നത് ഒരു വലിയ അനുഭവമാണ്. സാറിൻ്റെ ഘനഗാംഭീര്യമുള്ള ശബ്ദം, ഒഴുക്കുള്ള ഭാഷ, പിന്നെ ഗഹനമായിട്ടുള്ള അറിവ്, കഥകൾ, ഉപകഥകൾ, ഇതെല്ലാം പറഞ്ഞ് സാറ് ശരിക്കും സദസ്സിനെ ഇങ്ങനെ പിടിച്ചിരുത്തും. സാറിൻ്റെ ആയുർവേദത്തിലുള്ള താല്പര്യം തുടങ്ങുന്നത് രാഘവൻ തിരുമുൽപ്പാടുമായിട്ടുള്ള സാറിൻ്റെ അടുപ്പം മൂലമാണ്. അപ്പം അതിനുശേഷം അദ്ദേഹം രാഘവൻ തിരുമുൽപ്പാടിൻ്റെ ശിഷ്യത്വം സ്വീകരിച്ചു. അതിനുശേഷം ആയുർവേദത്തിനെ കുറിച്ച് ആഴത്തിൽ പഠിച്ചു. പിന്നെ അതിനുശേഷം ആയുർവേദിക് ബയോളജി എന്ന് പറഞ്ഞിട്ട് ഒരു നൂതനമായിട്ടുള്ള ഒരു ശാഖ പോലും അദ്ദേഹം വെട്ടിത്തുടർന്നു. ആയുർവേദമാണ് എല്ലാത്തിൻ്റെയും അമ്മ എന്നാണ് സാറ് വിശ്വസിച്ചിരുന്നത്. ഇത് മാത്രമല്ല, ഒരു ഭിഷഗ്വരന് അനുതാപപൂർവം സഹതാപപൂർവം രോഗികളെ ചികിത്സിക്കുന്നതിന് കൂടാതെ സൗഖ്യം കൂടി നൽകണമെന്നായിരുന്നു സാറിൻ്റെ ഉറച്ച അഭിപ്രായം. മാവേലിക്കരയിൽ ജനിച്ച അദ്ദേഹം സ്വന്തം നാടിനെ അതിരറ്റ് സ്നേഹിച്ചു. തൻ്റെ അറിവും ചികിത്സാരംഗത്തെ വൈദഗ്ധ്യവും സ്വന്തം നാടിന് തന്നെ അദ്ദേഹം പ്രയോജനപ്പെടുത്തി. ആദ്യമായി പ്രൊഫസർ വല്യത്താനെ ഞാൻ കാണുന്നത് 1982 DM കാർഡിയോളജി വിദ്യാർത്ഥിയായി ശ്രീചിത്ര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ജോയിൻ ചെയ്യുമ്പോഴാണ്. കോഴിക്കോട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ കാർഡിയോളജി വിഭാഗം മുൻ മേധാവി ഡോക്ടർ വേണുഗോപാൽ 3 വർഷക്കാലം വിദ്യാർത്ഥിയായി കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ വിജ്ഞാനത്തെപ്പറ്റിയും വ്യക്തിത്വത്തെപ്പറ്റിയും ദീർഘവീക്ഷണത്തെപ്പറ്റിയും ഭരണ മികവിനെപ്പറ്റിയും വളരെ കൂടുതൽ നേരിട്ട് അറിവ് നേടാൻ കഴിഞ്ഞു. ഹൃദ്രോഗ ശസ്ത്രക്രിയ വിഭാഗത്തിൽ മാത്രമല്ല, ബയോടെക്നോളജിയിലും അദ്ദേഹത്തിന്റെ കൈമുദ്ര പതിഞ്ഞിട്ടുണ്ട്. ചിത്ര ഹാർട്ട് വാൽവ്, ബ്ലഡ് ബാഗ്സ് എന്നിവ ചില ഉദാഹരണങ്ങൾ മാത്രം. 2013 കാർഡിയോളജിക്കൽ സൊസൈറ്റി ഓഫ് ഇന്ത്യയുടെ നിയുക്ത പ്രസിഡന്റായിട്ട് ഞാൻ സയന്റിഫിക് പ്രോഗ്രാം ഡിസൈൻ ചെയ്തപ്പോൾ അദ്ദേഹത്തെ ലെജൻഡ്സ് ഇൻ കാർഡിയോളജി എന്ന സെഷനിൽ ആദരിച്ചു. ഈ മഹൽ വ്യക്തിത്വത്തെ നേരിട്ട് അറിയുവാൻ കഴിഞ്ഞത് എൻ്റെ ഭാഗ്യമായി ഞാൻ കരുതുന്നു. അദ്ദേഹം ഒരുപാട് പേരുടെ ജീവിതത്തെ അദ്ദേഹത്തിൻ്റെ വിജ്ഞാനം കൊണ്ട് നേർവഴിക്ക് നടത്തുകയും നല്ല രീതിയിൽ വളരുവാനും അദ്ദേഹം ശ്രമിച്ചിട്ടുണ്ട്. അതിലൊരാളായി മാറുവാൻ എനിക്ക് സാധിച്ചത് ഞാൻ എൻ്റെ ഭാഗ്യമായി കരുതുന്നു. പതോളജിസ്റ്റ് ഡോക്ടർ CC കർത്ത. സാറുമായിട്ട് എനിക്ക് ഓർമ്മ വരുന്നത്, ഞാൻ അവിടെ ജോലിക്ക് കഴിഞ്ഞ് ഉടനെ തന്നെ കേരളത്തിലൊക്കെ സാധാരണ കണ്ടുവരുന്ന ഒരു അസുഖമുണ്ട്, എൻഡോമയോകാർഡിയൽ ഫൈബ്രോസിസ്. അത്
ഇപ്പോൾ അധികം കാണാറില്ല. അന്നൊക്കെ അത് വളരെ ഈ കൊച്ചു കുട്ടികളിലും ചെറുപ്പക്കാരിലൊക്കെ കാണുന്ന ഒരു രോഗമായിരുന്നു. അപ്പോൾ അതിൻ്റെ കാരണം കണ്ടുപിടിക്കുക എന്നുള്ള ജോലിയാണ് എന്നെ ഏൽപ്പിച്ചത്. അപ്പോൾ എവിടെ തുടങ്ങണമെന്ന് എങ്ങനെ വേണമെന്നൊന്നും നമുക്ക് യാതൊരുവിധ അറിവും ഇല്ല. അപ്പോൾ സാറ് പറഞ്ഞ ഈ രോഗങ്ങളുടെ കാരണങ്ങൾ എങ്ങനെയാണ് ആൾക്കാർ കണ്ടുപിടിച്ചതെന്നുള്ള നോക്കി വായിച്ച് ആ വഴി പോകണം എന്ന് പറഞ്ഞു. അന്ന് അവിടെ പോസ്റ്റ്മോർട്ടം ഒക്കെ ഒരുപാട് ചെയ്തുകൊണ്ടിരുന്ന ആയതുകൊണ്ട് ഈ രോഗം വന്നിട്ട് മരിച്ചവരുടെയൊക്കെ പോസ്റ്റ്മോർട്ടം ഒക്കെ ചെയ്യുമായിരുന്നു. അപ്പോൾ ഒരു ദിവസം എൻ്റെ അടുത്ത് ചോദിച്ചു, പോസ്റ്റ്മോർട്ടം ഒക്കെ ചെയ്ത ഹാർട്ടൊക്കെ എന്ത് ചെയ്തിരിക്കുന്നു എന്ന് ചോദിച്ചു. നമ്മൾ പത്തോളജി പഠിക്കുമ്പോൾ എല്ലാം ഫോർമാലിനിട്ട് വളരെ സൂക്ഷ്മമായിട്ട് സൂക്ഷിച്ചു വയ്ക്കുക എന്നുള്ളതാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടെന്ന്. സാറ് എന്തിനാണ് ഇതിങ്ങനെ സൂക്ഷിച്ചു വയ്ക്കുന്നത്? അതെല്ലാം വെട്ടിമുറിച്ച് നോക്കും, അതിനകത്ത് വല്ല കാരണങ്ങൾ വല്ലതും അതിൽ നിന്ന് വല്ലതും മനസ്സിലാക്കാൻ പറ്റുമല്ലോ. അത് വലിയൊരു പാഠമായിരുന്നു. നമ്മളൊരു പെത്തോളജിസ്റ്റ് എന്നുള്ള നിലയ്ക്ക് നമ്മൾ രോഗനിർണയം അതിനെക്കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നതും പഠിപ്പിക്കുന്നതും എല്ലാം. അതല്ല ഒരു പെത്തോളജിസ്റ്റിന്റെ കടമ രോഗ കാരണം കണ്ടുപിടിക്കുകയും ആ രോഗം എങ്ങനെയൊക്കെയാണ് വരുന്നത് എന്നുള്ളതിൻ്റെയൊക്കെ മെക്കാനിസം കണ്ടുപിടിക്കുകയും ആണ് എന്നുള്ളത് ആദ്യത്തെ പാഠം ഞാൻ സാറിനാണ് പഠിച്ചത്. ഞാനും സാറും കൂടെ ഈ രോഗത്തിനെ കുറിച്ചുള്ള കാരണം കണ്ടുപിടിക്കാൻ വളരെ വർഷങ്ങളോളം ചെയ്യുകയും ഞങ്ങൾ ഏതാണ്ട് എൻ്റെയൊക്കെ അടുത്തൊക്കെ ചെയ്തിട്ടുണ്ട്. നമുക്ക് സാറിൻ്റെ ഗൈഡൻസിൽ കൂടെയാണ്, സാറിൻ്റെ ലീഡർഷിപ്പിലാണ് അതൊക്കെ നടന്നത്. ആയുർവേദത്തെയും അലോപ്പതിയെയും ഒന്നിച്ചു കൊണ്ടുപോകണം എന്ന് അദ്ദേഹം ആഗ്രഹിച്ചു. ആയുർവേദ പൈതൃകത്തെക്കുറിച്ച് ഡോക്ടർ വല്യത്താൻ നടത്തിയിട്ടുള്ള ഗവേഷണ പ്രവർത്തനങ്ങൾ ഗണനീയമായ ശ്രദ്ധ നേടിയവയാണ്. ആധുനിക വൈദ്യശാസ്ത്രം നൽകിയ ബോധ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ ആയുർവേദത്തെ സമീപിച്ച അദ്ദേഹം ചരകന്റെയും സുശ്രുതന്റെയും വാഗ്ഭടന്റെയും സംഭാവനകളെ ആഴത്തിൽ പഠിച്ചു. ദേശീയ ശാസ്ത്ര സാങ്കേതിക സമിതി അധ്യക്ഷനായിരുന്നു. രാജ്യം അദ്ദേഹത്തെ പത്മവിഭൂഷണും പത്മശ്രീയും നൽകി ആദരിച്ചു. വൈദ്യരംഗത്തെ എന്ന് മാത്രമല്ല ശാസ്ത്ര സാങ്കേതിക ഗവേഷണ മേഖലയിലെയും ഒരു പ്രതിഭ എന്ന് വിശേഷിപ്പിക്കാവുന്ന ഡോക്ടർ MS വല്യത്താൻ വിടവാങ്ങുമ്പോൾ ഒരു കാലഘട്ടം തന്നെയാണ് നമ്മുടെ കൺമുമ്പിൽ നിന്ന് മാറിപ്പോകുന്നത്. കോട്ടയ്ക്കൽ ആയുർവേദശാല പ്രസിദ്ധീകരണ വിഭാഗം ചീഫ് എഡിറ്റർ ഡോക്ടർ K. മുരളി. വൈദ്യശാസ്ത്ര രംഗത്തേക്ക് ഇന്ത്യ നൽകിയ സംഭാവന എന്താണ് എന്ന അന്വേഷണങ്ങളാണ് അദ്ദേഹത്തിനെ യഥാർത്ഥത്തിൽ ആയുർവേദത്തിലേക്ക് എത്തിച്ചത്. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ബാംഗ്ലൂർ, അവിടെ ക്ഷണിക്കപ്പെട്ട് ചെന്ന അദ്ദേഹം ചരകനെ പറ്റിയാണ് അവിടെ സംസാരിച്ചത്. മൗലികമായ രീതിയിൽ ചരകത്തെ വ്യാഖ്യാനിച്ച് അർത്ഥം പറഞ്ഞു തരാൻ പറ്റുന്ന ഒരാളെക്കുറിച്ചുള്ള അന്വേഷണം അദ്ദേഹത്തെ കൊണ്ടെത്തിച്ചത് ചാലക്കുടിയിലെ വൈദ്യഭൂഷണം K. രാഘവൻ തിരുമുൽപ്പാട് എന്ന മഹാവൈദ്യൻ്റെ മുമ്പിലേക്കാണ്. അതിനോട് ചേർന്ന് തന്നെ അദ്ദേഹത്തിന് ഹോമി ഭാഭ ഫെലോഷിപ്പും കൂടി ലഭിക്കുകയുണ്ടായി. അത് അദ്ദേഹം ചരകത്തിനെ പറ്റിയുള്ള പഠനത്തിനും വേണ്ടി വിനിയോഗിച്ചു. അതാണ് ലെഗസി ഓഫ് ചരക എന്ന പുസ്തകത്തിൻ്റെ പിറവിക്ക് കാരണമായത്. തുടർന്ന് സുശ്രുത സംഹിത, വാഗ്ഭടൻ രചിച്ച അഷ്ടാംഗ ഹൃദയം എന്നിവയിലേക്കും അദ്ദേഹത്തിൻ്റെ ശ്രദ്ധ തിരിഞ്ഞു. ചരകസംഹിത പഠിക്കുവാനും ഗ്രന്ഥം രചിക്കാനും അദ്ദേഹത്തിന് ഒരു പ്രോത്സാഹനം ലഭിച്ചു എന്ന് വിചാരിക്കാം. പക്ഷേ സുശ്രുത സംഹിതയും അഷ്ടാംഗഹൃദയത്തിൻ്റെ പഠനവും അദ്ദേഹം സ്വയം ഏറ്റെടുത്തതാണ്. ആയുർവേദത്തിൻ്റെ ആഴങ്ങളിലേക്ക് എത്തിച്ചേരാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമാണ് അത്. അങ്ങനെ ലെഗസി ഓഫ് സുശ്രുത, ലെഗസി ഓഫ് വാഗ്ഭട എന്ന ഗ്രന്ഥങ്ങൾക്കും കൂടി അത് കാരണമായി തീർന്നു. അങ്ങനെ ആഴത്തിൽ ആയുർവേദം പഠിച്ചതിന് ശേഷമാണ് അദ്ദേഹം ആയുർവേദ രംഗത്തെ ഗവേഷണങ്ങളിലേക്കും കൂടി തിരിഞ്ഞത്. സാങ്കേതിക വിദ്യയുമായി ചേർത്തുകൊണ്ട് ആയുർവേദത്തിൻ്റെ അടിസ്ഥാന തത്വങ്ങളുടെ ഒരു യഥാർത്ഥ മൂല്യം എങ്ങനെ കണ്ടെത്താം എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ അന്വേഷണം. ഇത്രയധികം ഔഷധ വിജ്ഞാനം ഉള്ള ആയുർവേദത്തിന് തീർച്ചയായിട്ടും അതിൻ്റെ അടിത്തറയായ സിദ്ധാന്തങ്ങളും ഉണ്ടാകും എന്ന് അദ്ദേഹം മനസ്സിലാക്കി. ആ സിദ്ധാന്തങ്ങൾക്ക് ശാസ്ത്രീയമായ ഒരു വിശകലനം നൽകാൻ ആകുമോ
എന്ന ചിന്തയാണ് അദ്ദേഹത്തെ ആയുർവേദ രംഗത്തെ ഗവേഷണത്തിലേക്കും കൂടി നയിച്ചത്. അത് ശരീരപ്രകൃതി, അതിന് ഉപോദ്ബലകമായിട്ടുള്ള ജനിതക ഘടന എന്താണ് എന്ന ഒരു ശ്രദ്ധേയമായ കണ്ടുപിടുത്തത്തിലേക്ക് അദ്ദേഹത്തിന് എത്തിച്ചേരാൻ കഴിഞ്ഞു. തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ ഈ ശാസ്ത്ര ഗവേഷണ രംഗത്തെ നൂതനമായിട്ടുള്ള പാതകൾ തുടർന്നു വരുന്ന തലമുറയ്ക്കും ഒരു അനുഭവത്തിൻ്റെയും മറ്റും പാഠമായി മാറും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കേരളം ശാസ്ത്രത്തിന് നൽകിയ ഒരു സംഭാവന എന്നൊക്കെ അദ്ദേഹത്തിൻ്റെ ജീവിതത്തെ നമുക്ക് വിശേഷിപ്പിക്കാം. ഡോക്ടർ എം.എസ്. വല്യത്താൻ യാത്ര പറയുമ്പോൾ നമ്മുടെ നാട് നഷ്ടബോധത്താൽ വിതുമ്പുന്നുണ്ട്. പിന്നിൽ വരുന്ന തലമുറയ്ക്ക് ചിന്തയുടെയും ഗവേഷണത്തിൻ്റെയും പാത തുറന്നിട്ടാണ് അദ്ദേഹം വിട പറയുന്നത്. ഭാരതീയ സമൂഹത്തിൻ്റെ ഓർമ്മയിൽ പുലരുന്നതുകൊണ്ട് അദ്ദേഹം ഭൗതികമായി മാത്രമേ വിട വാങ്ങുന്നുള്ളൂ. അദ്ദേഹം പകർന്ന വെളിച്ചം വഴി കാണിച്ചു നിൽക്കുന്നുണ്ട്. ഡോക്ടർ എം.എസ്. വല്യത്താന് പ്രണാമം.